ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ഐസി കയറ്റാത്തത് കൊണ്ടും ആ ഒരു പിക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആ വെച്ചിട്ട്, അല്ലാതെ അത് എല്ലാവർക്കും കണ്ടാൽ അറിയാം ആണ്. അപ്പം പിന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് ICUവിൽ ഇടേണ്ട വേഷം. മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അറിയാമല്ലോ. ആരും ICUവിൽ കയറ്റത്തൊന്നുമില്ല. ചേച്ചി ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്കിപ്പം ബാത്റൂമിൽ പോകണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്റർമാർ വിളിക്കുമ്പോൾ എൻ്റെ ചേച്ചി വന്ന് കാണും. അതല്ലാതെ വെറുതെ സഹായം ചെയ്യുന്നവരെ, എന്നെ വന്ന് കാണുന്നവരെ ഇങ്ങനെ ക്രൂശിക്കരുത്. ദയവേത് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ക്യാൻസറിൻ്റെ ചികിത്സയൊന്നും നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾ എന്നോട് വിരോധമുള്ളവർ വന്ന് എന്നെ കൊല്ലുക. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക. കാരണം എന്നോട് ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ് ആൾക്കാർ നിൽക്കുന്നത്. എല്ലാവരും എൻ്റെ അൺസബ് ഒക്കെ ചെയ്ത് ഓടിപ്പോവുകയാണ്. കാരണം കിച്ചുവിനെതിരെ നിനക്കൊക്കെ പറയാൻ എന്താണ് യോഗ്യത എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. കൊച്ചു പ്രായത്തിൽ നീ തെറ്റ് ചെയ്തിട്ടില്ലടാ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. കൊച്ചു പ്രായത്തിൽ എന്തായാലും കിച്ചു ചെയ്ത പോലത്തെ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് ഞാൻ ഒന്ന് പറഞ്ഞു വെക്കുക. പിന്നെ എന്താ പറയുക, ഗോവിന്ദസ്വാമിയോട് എന്തിനാടാ ഉപമിച്ചതെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനതൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പിന്നെയും എന്തായാലും പുറത്ത് വരട്ടെ, അത് രേണുവായിട്ടോ വന്ന് പറയട്ടെ, അപ്പൊ അറിയാം. ഓക്കെ, എന്തായാലും ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇപ്പം വലിയ രീതിയിലുള്ള ഒരു വിവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രേണുസുതിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുത്തിരിക്കുകയാണ് എന്നൊരു വാർത്ത കേൾക്കുന്നു. അത് മാത്രമല്ല, സീമാജി നായർ ICUവിൽ പോയി ഈ പറയുന്ന രേണുസുതിയെ കണ്ടു, അതിന്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു വിഷയവും എടുത്താണ് ഇപ്പൊ ഓരോരുത്തരും ചർച്ച ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ഈ പറയുന്ന രേണുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ടും, രേണു ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, രേണുവിനെ ന്യായീകരിക്കത്തുമില്ല. രേണു കാണിച്ച ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. കാരണം ഈ വീഡിയോയിൽ രേണു ഈ ഇട്ടിരിക്കുന്ന പിക്ക് ലൈനിൽ ഇട്ടുകൊണ്ട് ഒരു കളി കളിക്കുന്നുണ്ട്. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു ക്യാൻസർ രോഗിയായിട്ട് അവർക്ക് എന്താ പറയാ, കീമോ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു പിക്ക് ലൈൻ, അത് ഇട്ടിങ്ങനെ അടിക്കുന്ന സമയത്ത് അതിന്റെ ക്യാപ്പ് എല്ലാം തുറന്നു പോയി കഴിഞ്ഞാൽ അത് വലിയൊരു അബദ്ധം തന്നെയാണ് ഉണ്ടാകുന്നത്. എനിക്കറിയത്തില്ല, ഇവർക്ക് അതിനുള്ള ഒരു നോളജ് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ആരെങ്കിലും രേണുവിന്റെ അടുത്ത ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ല കാര്യമായിരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മനസ്സിന് സുഖം കിട്ടുന്ന വീഡിയോകൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. ഏതാ ഈ ഡാൻസ് വീഡിയോയോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റേ പാട്ട് പാടിയിടുന്നതോ അവരുടെ ഫേസ്ബുക്ക് അവരത് ഇട്ടോണ്ട്. പിന്നെ മോശമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് പ്രതികരിക്കും. മുമ്പും പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ എല്ലാവരും ചോദിക്കാൻ പോകുന്നത് എന്താ, നീ എന്തോടാ ഇപ്പം മലക്കം മറിഞ്ഞോ? നീ ഇപ്പൊ രേണുവിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ട്, ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണോ ഇത് പറയുന്നത്? നീ എന്താ ഇങ്ങനെ മലക്കം മറിഞ്ഞ് പറയുന്നതെന്നൊക്കെ ചോദിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞിരുന്നു, അവർക്ക് ആ ഒരു രോഗം വന്നപ്പോൾ അത് പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിതപ്പനെ ഓർത്ത് തന്നെയാണ്. ആ കുടുംബത്തിന്റെ ഒരു എന്താ പറയുക, ഒരു അത്താണിയായിട്ടാണ് ആക്ച്വലി ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് സുഖം പ്രാപിച്ചു വന്നിട്ട് അവർ ആൽബങ്ങളും അതോടൊപ്പം തന്നെ എന്താ പറയുക ഇനോഗ്രേഷൻ ഒക്കെ ചെയ്ത് അവർ ജീവിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ പഴയ കാണിച്ച പോലെയുള്ള സബ്സ്ക്രിപ്ഷനിൽ അങ്ങനത്തെ ഒരു വീഡിയോകളൊന്നും കാണിക്കാതെ അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് ജീവിക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന രേണുവിന് ക്യാൻസർ ഇല്ല. ഇങ്ങനത്തെ ഇവരുടെ ഈ പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് ക്യാൻസർ ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവർ സോഷ്യൽ മീഡിയയിൽ അവർക്ക് വയ്യാതിരിക്കുന്ന സമയങ്ങളിൽ അവർ കിടക്കുന്നു, എഴുന്നേറ്റ് നിൽക്കുന്ന സമയങ്ങളിൽ അവർ അവരുടേതായിട്ടുള്ള വീഡിയോകൾ അവർ ആ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ പല കാര്യങ്ങളും വെച്ച് കാശുണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നു. ചികിത്സയ്ക്ക് വലിയ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വീഡിയോ ഇട്ടിട്ട് എന്തിനായത്? അവർക്കിപ്പോ രോഗാവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നത് തന്നെയാണ്. പിന്നെ രോഗമുള്ളവരെല്ലാം എന്താ പറയുക അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്നൊന്നുമില്ല. പലർക്കും സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. എത്രയോ ക്യാൻസർ പേഷ്യന്റുകൾ വീഡിയോ ഇടുന്നുണ്ട്, അവർ അവരുടേതായിട്ടുള്ള എൻജോയ്മെന്റ് അവർ കണ്ടെത്തുന്നുണ്ട്, ഇല്ലേ? ഞാൻ പറഞ്ഞിരുന്നു, എന്റെ കുടുംബത്തിലുള്ള ആ ചേച്ചി പോലും ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി ചുമ്മാ എന്താ പറയുക ഒരിടത്തങ്ങ് ഫുൾ ടൈം കിടപ്പല്ല. ആ ചേച്ചിക്ക് ആണെങ്കിൽ ക്ഷീണം വരുന്ന സമയത്ത് അവർ കിടക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവർ അവരുടേതായിട്ടുള്ള മേഖലകളിലേക്ക് പോകും, പിള്ളേരെ പഠിപ്പിക്കാൻ പോകും, ചിലപ്പോൾ ഫുഡ് വെക്കാൻ പോകും. അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ രേണുവിന് ആരോഗ്യമില്ലെന്നുള്ള ഒരു കുഴപ്പമേ ഉള്ളൂ. എന്താ പറയുന്നത്, അവർക്കിപ്പോ വെയിറ്റ് തീരെ കുറവാണ്. എത്രയോ വെയിറ്റ് 60 വെയിറ്റ് കണ്ടുള്ളവർ ഇപ്പം നേരെ കുറഞ്ഞിട്ടുണ്ട്, ഒരു 30 ആ ഒരു സംതിങ് വെയിറ്റിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമാണ് അവർക്കുള്ള ഒരു കുഴപ്പം. പിന്നെ കീമോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കാതെ വരിക, അതൊക്കെയാണ് അവരുടെ മെയിൻ പ്രോബ്ലം. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്യും എന്നുള്ളതാണ്.
അതിനെ രോഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടി അവർക്കെതിരെ എന്താ പറയുക തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ അയക്കുന്നത് അത് നന്നായിട്ടുള്ള ഒരു കാര്യമല്ല. അത് എനിക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇഷ്ടപ്പെടുന്നല്ല, അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് താനും. അത് വളരെ മോശം പരിപാടി തന്നെയാണ്. പിന്നെ അടുത്തൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന സീമാജി നായർ ഈ രേണുവിനെ കാണാനായിട്ട് ICUയിൽ പോയി അവിടെ നിന്നൊരു പിക്ക് എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ ഓരോ വീഡിയോ പറഞ്ഞുണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ പ്രചരിപ്പിക്കുന്നതും. ആക്ച്വലി സീമാജി നായർ ഈ പറയുന്ന രേണുവിനെ കാണാനായിട്ട് ICUയിൽ പോയിട്ടില്ല. ഒരു AI പിക്ചറാണ് ഈ പറയുന്ന രേണു എന്താ പറയുക പ്രേക്ഷകരെ കാണിച്ചത്. ആ പിക്ചർ വെച്ചിട്ടാണ് ഇവരെല്ലാം ഈ പറയുന്ന രേണുവിനെ വേറൊരു രീതിയിൽ അധിക്ഷേപിക്കുന്നത്. അത് മാത്രമല്ല, അർഷാദ് എന്ന് പറഞ്ഞ ഈ രേണുവിന്റെ കൂട്ടുകാരൻ വന്ന് പറഞ്ഞു പിൻവാതിൽ കൂടെ പോയി കണ്ടു എന്നുള്ള രീതിയിലും പറഞ്ഞു. അതൊക്കെ വെച്ചുകൊണ്ട് ഈ രേണുവിനെ അങ്ങനെ എന്താ പറയുക ICUയിൽ വന്ന് കണ്ടു, എന്തിനാണ് ഇവർക്ക് മാത്രം വേറൊരു നിയമം എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും രേണു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. അത് ആദ്യം ഒന്ന് കേട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഹലോ, നമസ്കാരം. രേണു സുധിയാണ്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് അൻഷാദ് എന്ന് പറയുന്നവൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. സീമാജി നായർ ചേച്ചി ഹോസ്പിറ്റലിൽ വന്നെന്നുള്ള സത്യമാണ്. എന്നെ കാണാൻ ICUയിൽ കയറിയിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. വീഡിയോ കോളിലാണ് എൻ്റെ ചേച്ചി കാണിച്ചു തന്നത് ചേച്ചീനെ. അതുപോലെ ആ ഒരു പിക്ക് AI പിക്കാണ്. ബുദ്ധിയുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ ഇട്ടേക്കുന്ന AI പിക്ക്. അങ്ങനെ ഒരു പിക്ക് ചേച്ചി എന്നെ നേരിട്ട് കാണാത്തതുകൊണ്ട്, എടുക്കാൻ പറ്റാത്തതുകൊണ്ടും, ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും, IC കയറ്റാത്തത് കൊണ്ടും ആ ഒരു പിക്ക് AI വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആ AI വെച്ചിട്ട്, അല്ലാതെ അത് എല്ലാവർക്കും കണ്ടാൽ അറിയാം AI ആണെന്ന്. അപ്പം പിന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ അത് കണ്ടാൽ ഏത് മനുഷ്യനും മനസ്സിലാവും അത് AI പിക്ക് ആണെന്ന്. പക്ഷേ ഇവർക്കാർക്കും അത് മനസ്സിലാവുന്നില്ല. പക്ഷേ അവർ പറയുന്നത് ഇത് AI ഒന്നുമല്ല, അവിടെ ICUയിൽ പോയി അങ്ങനെ എടുത്തതാണ് എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അത് കണ്ടാലറിയാം അത് AI പിക്ക് തന്നെയാണ് എന്നുള്ളത്. അതിന് കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ വേണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന ആ ഫോട്ടോയില്ലേ, ആ ഫോട്ടോയിൽ കളർ ഡ്രസ് ഇട്ടുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. പക്ഷെ ICUവിന്റെ അകത്ത് വെള്ളയുവാ. ഇതൊന്നും അറിയത്തില്ല. പക്ഷെ ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി ആളെ കൂട്ടിക്കൊണ്ടിരിക്കുക കുറച്ച് പേര്. അയ്യോ, അവരെ സത്യം പറഞ്ഞാൽ ഇത് എന്താ പറയുക, അവരിപ്പം വീഴ്ചയിൽ നിന്നിട്ടും അവരെ അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇതൊക്കെ പറയുമ്പോൾ ഞാൻ കൊള്ളരുതാത്തവനാണ്, ഓൾറെഡി കൊള്ളരുതാത്തവനാണ്, ഇനിയും കൊള്ളരുതാത്തവനാകും, ആയിക്കോട്ടെ. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പറയണമല്ലോ. അവിടെ ആ ഹോസ്പിറ്റലിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് ICUയിൽ ഇടേണ്ട വേഷം. മെഡിക്കൽ കോളേജിന്റെ കാര്യം അറിയാമല്ലോ. ആരും ICUയിൽ കയറ്റത്തൊന്നുമില്ല. ചേച്ചി ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എനിക്കിപ്പം ബാത്റൂമിൽ പോകണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്റർമാർ വിളിക്കുമ്പോൾ എൻ്റെ ചേച്ചി വന്ന് കാണും. അതല്ലാതെ വെറുതെ സഹായം ചെയ്യുന്നവരെ, എന്നെ വന്ന് കാണുന്നവരെ ഇങ്ങനെ ക്രൂശിക്കരുത് ദയവേ. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ക്യാൻസറിൻ്റെ ചികിത്സയൊന്നും നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾ എന്നോട് വിരോധമുള്ളവർ വന്ന് എന്നെ അല്ലെങ്കിൽ വിഷം തന്നു അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക ആയിട്ട് എനിക്ക് ഏതായാലും മരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുക, അല്ലാതെ ഒരു കണക്ക് പറഞ്ഞാലേ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പലരും പറയുന്നുണ്ട് ഞാൻ റീച്ചിന് വേണ്ടിയാണ് കിച്ചുവിനെ കുറ്റപ്പെടുത്തുന്നതെന്ന്. എടാ എനിക്ക് റീച്ച് വേണമെങ്കിൽ രേണുവിനെ 10 പറഞ്ഞാൽ പോരെ? രേണുവിന്റെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റീച്ച് കിട്ടും. അത് കിട്ടിയിട്ടുള്ള വ്യക്തി തന്നെയാണ് ഞാൻ. എന്തേ കിച്ചുവിനെ ഞാൻ നല്ലവനായിട്ടൊന്ന് ചിത്രീകരിച്ചേ? റീച്ചിന്റെ അങ്ങേയറ്റമായിരിക്കും. ബിഷപ്പിനെ 2 തെറി പറഞ്ഞ വീഡിയോ ഇട്ടേ. റീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കത്തില്ല, അങ്ങ് അറ്റത്തെ റീച്ച് പോകും. പക്ഷെ സത്യം വിളിച്ച് പറയും മോനെ ഞാൻ. അതുകൊണ്ട് തന്നെ റീച്ച് കുറഞ്ഞെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അത് എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ എടുത്ത് നോക്ക്. ഇപ്പൊ റീച്ച് ഉണ്ടോ? ഇല്ല, എനിക്ക് വേണ്ട റീച്ച്. പക്ഷെ ഞാൻ പറയാനുള്ളത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇവിടെ ഈ രേണു പറഞ്ഞ കാര്യം കേട്ടല്ലോ, അവർക്ക് ക്യാൻസർ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് ഈ രേണുവിന്റെ പിക്ക് ലൈൻ ഇടുമ്പോഴും രേണുവിന്റെ രേഷ്മ പി തങ്കച്ചൻ എന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ പറയുന്ന ക്യാൻസർ അവിടെ വെച്ച് വിളിച്ചു പറയുന്നതും കേട്ട ആളുകളുണ്ട് മക്കളെ. എന്റെ ഈ പറയുന്ന ചേച്ചി പോയ സമയത്ത് ഇവരെ കണ്ടതാണ്. പിന്നെ അവർക്ക് ക്യാൻസർ ഇല്ല എന്ന് പറയുന്നതും, പിന്നെ അവർ എന്താ പറയുക ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത് മറ്റെന്തോ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്, എല്ലാ ക്യാൻസർ പേഷ്യന്റിനും അതൊരു ഇതാകണം എന്ന രീതിയിലൊന്നും പറയല്ലേ. പലർക്കും പല രീതിയിലാണ് ഇത്. പലരും അതിൽ നിന്ന് എന്താ പറയുക, പലരും അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താനൊക്കെ നോക്കും, അത് മറക്കാൻ വേണ്ടി. അതിനുവേണ്ടി അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. ഇവിടെ രേണുവിന് കുറച്ചുകൂടെ ക്രിട്ടിക്കൽ ആയതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞിരുന്നു കുറച്ച് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കണം, ഫോൺ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അവർ കേൾക്കാതിരിക്കുന്നത് അത് അവരുടെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ക്യാൻസർ ഇല്ല, അവർ ഈ പറയുന്ന ഫുൾ ക്യാൻസർ പേഷ്യന്റിനെ അങ്ങ് ഇതാക്കുന്നു. പിന്നെ ICUവിന്റെ അകത്ത് കയറിയിരുന്ന് അവർക്ക് മാത്രം പ്രത്യേക നിയമമാണോ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഇവർക്കെതിരെ കേസ് കൊടുക്കുന്നു. ആവശ്യമുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഓക്കെ എന്ന് വെക്കാം. ഇതൊക്കെ വെറും അനാവശ്യമാണ്. അത് മാത്രവുമല്ല, ഇപ്പൊ ആ രോഗത്തിൽ നിന്ന് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബവുമാണ് അവരുമാണ്. അവർ അത്രമാത്രം എന്താ പറയുക സങ്കടത്തിലൂടെ ആയിരിക്കും പോകുന്നത്. നമ്മുടെ കുടുംബത്തിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അത്രമാത്രം സങ്കടമുണ്ടെന്ന്. അതിൻ്റെ ഇടയിലാണ് പലരും ഇപ്പോഴും എന്താ പറയുക അവരെ കുറിച്ച് മോശമായിട്ട്
ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എനിക്ക് എന്തായാലും അത് യോജിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ കാരണം അവരുടെ രോഗം മാറണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഈ രേണു. അറിയാവോ? ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുണ്ട്. അവർ കാണിച്ച ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ആ ഒരു രോഗത്തിൽ നിൽക്കുന്ന ഒരാളെ എനിക്ക് പറയാനായിട്ട് തോന്നുന്നില്ല. അവർ തെറ്റ് കാണിച്ച് ഞാൻ പറയും, ഇല്ലെന്നൊന്നുമില്ല. പക്ഷെ ചുമ്മാ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അവരെ സംബന്ധിക്കുന്ന, അവരുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന, അവരുടെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ്. കാരണം എന്റെ കുടുംബത്തിലും ഉണ്ട്. ഇപ്പൊ രേണു ചെയ്യുന്ന ആ ആ അതേ പൊസിഷനില് അതേ ഇടത്ത് കീമോയ്ക്ക് പോകുന്ന ആളുകളാണ്. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞു വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അടുത്തൊരു കാര്യം, ഈ പറയുന്ന രേണുവിന്റെ വേറൊരു വോയിസ് ഉണ്ട്, അതൊന്നും കണ്ടു നോക്കി. ഞാന് അന്ന് ഐസിയുലായിരുന്നപ്പം സീമാജി നായർ ചേച്ചി ഹോസ്പിറ്റലിൽ വന്നിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷെ ഐസിയുല് എന്നെ കാണാൻ കയറിയിട്ടില്ല. ഞാൻ ആ പിക്ക് ആണ് ചെയ്ത് വെച്ചേക്കുന്നത്. ചേച്ചി വന്ന് കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ കാണാൻ വന്നെങ്കിലും വെളിയിൽ നിന്ന്, അതായത് ഹോസ്പിറ്റലിന്റെ വെളിയിൽ നിന്ന് അവർ വീഡിയോ കോൾ ചെയ്താണ് എന്നെ കണ്ടത്. അല്ലാതെ ഐസിയുലൊന്നും ആരെയും കേറ്റത്തില്ല. പിന്നെ ഈ എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഈ അൻഷാദ് എന്ന് പറയുന്നവനാണ് ഇത് ഇവൻ പറഞ്ഞത് പുറകെ കൂടെ വളരെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് ഓരോരുത്തരും ഓരോ കാര്യം പറയുന്നത്. ഇവിടെ രേണു വ്യക്തമായിട്ട് പറയുന്നുണ്ട് വെളിയിൽ വെച്ചാണ് കണ്ടതെന്നും അത് വീഡിയോ കോളിലാണ് കണ്ടതെന്നും ഒക്കെ പറഞ്ഞേ. പക്ഷെ മറ്റു പലരും ഇത് ഈ ഒരു കാര്യത്തെ വേറൊരു രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. ആ ഫോട്ടോ വെച്ച് ഇവള് റീച്ച് ഉണ്ടാക്കി, ഈ ഫോട്ടോ വെച്ച് ഇവൾ ഇങ്ങനെ ഉണ്ടാക്കി എന്നും പറയുന്നു. സീമാജി നായർ രേണുവിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ടെന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. എന്നാൽ സീമാജി നായർ തന്നെ ഈ പറയുന്ന പിക്ക്, ഈ ക്രിയേറ്റ് ചെയ്ത പിക്ക് അവരിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവര് വേറൊരു രീതി ഇടണമായിരുന്നല്ലോ. അവരും ഇട്ടിട്ടുണ്ട്, രേണു ഇട്ടിട്ടുണ്ട്. പിന്നെ രേണു ഇടുന്നതിന് മാത്രം എന്താണ് ഇത്ര കുറ്റം ആ ഒരു പിക്കിന്? അത് ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ടതാണ്. എന്നെ കാണാനായിട്ട് ഐസിയുയിൽ വന്നിരുന്നു, അല്ലെ ഹോസ്പിറ്റലിൽ വന്നിരുന്നു എന്നുള്ളത്. നമ്മളൊക്കെ തമ്പലൈൻ ഇടാറില്ലേ? നമ്മളിപ്പോ ഓരോ വീഡിയോ വെക്കുമ്പോഴും തമ്പലൈൻ ഇടും. അങ്ങനെ ഓരോരുത്തരും എന്താ പറയുക, ഓരോ കാര്യത്തിന് ഇങ്ങനെയുള്ള ക്രിയേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ വെക്കാറുണ്ട്, ഇല്ലേ? ഇവിടെ രേണു ആ ഒരു കാര്യം ചെയ്തപ്പോൾ അത് വലിയൊരു തെറ്റായിട്ട് കാണുകയും അതിനെതിരെ ക്യാൻസർ പേഷ്യന്റിനെ എല്ലാം കൂട്ടിവരുത്തി പരാതി കൊടുക്കാനായിട്ട് നോക്കുന്നു. ഇവിടെ സീമാജി നായർ എന്തൊക്കെയോ എന്ത് പറയുന്ന രേണുവിനെ കുറ്റപ്പെടുത്തിയെന്ന രീതി പറയുന്നു. സീമാജി നായരിനെ ഇതിൻ്റെ അകത്ത് പെടുത്തിയതാന്ന് പറയുന്നു. ഇവിടെ സീമാജി നായർ എന്ന് പറയുന്ന അവരൊരു സോഷ്യൽ വർക്കറാണ്. അവര് എന്താ പറയുക, പലരെയും സഹായിക്കുന്ന ഒരാളാണ്, പലരെയും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. അങ്ങനെ ക്യാൻസർ വന്ന് രേണുവിനെ ചേർത്ത് പിടിക്കുകയും വന്ന് സഹായിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ ഐസിയുവിന്റെ അകത്ത് പോയി ഫോട്ടോ എടുത്തു എന്ന് അവരെങ്ങും പറഞ്ഞിട്ടില്ല. അതൊരു ചിത്രീകരണമാണ്. അത് അത്രേ ഉള്ളൂ. ഇനി ബാക്കിയുടെ കേട്ടോ. ഇവൻ പറഞ്ഞത് പുറകെ കൂടെ കണ്ടെന്നൊക്കെ അത് വെറും നുണയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അവിടെ. പിന്നെ ഈ അൻഷാദ് അന്ന് ഈ ഹോസ്പിറ്റലിന്റെ പുറത്തുണ്ടായിരുന്നു. അതാണ് അവൻ അങ്ങനെ വീഡിയോ ഇട്ടത്. ഈ അറിയാതെ കാര്യം ഈ റീച്ചും കാര്യങ്ങൾക്ക് വേണ്ടി പറയുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. എനിക്കിപ്പോ ഇവിടെ സുഖമില്ലാതിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം. അതായത് നമ്മളെ വന്ന് സഹായിക്കുന്നവരെ, നമ്മളെ വന്ന് കാണുന്നവരെ ഒക്കെ ഈ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തുവാ ഇത് കൂടുതൽ എന്താ പറയേണ്ടത്? അൻഷാദ് പാല എന്ന് പറയുന്നവനാ, അവനാണ് ഒന്ന് പറഞ്ഞു വെച്ചത്. സീമാജി നായർ വന്ന് കണ്ടല്ലോ, അതുപോലെ നിനക്ക് വന്നിട്ട് പുറകെ കൂടെ വന്ന് ഐസിയു കയറി കണ്ടുകൂടായിരുന്നു എന്നൊക്കെ രീതിയിൽ അവൻ പറഞ്ഞു വെച്ചു. അത് മാത്രമല്ല, ആ ഒരു പിക്ക് വെച്ചിട്ട് ഐസിയുവിന്റെ അകത്ത് വെച്ചുള്ള ഒരു പിക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമ്മൾ കൊള്ളരുതാത്തവരും പ്രേക്ഷകർക്ക് അത് ഇഷ്ടവുമല്ല. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം, അല്ലെ? നിങ്ങളെ എന്താ പറയുക, കാര്യങ്ങൾ പിന്നെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാതെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം. നിങ്ങളെ സന്തോഷം തരുന്ന രീതിയിൽ എന്താ പറയുക, കിച്ചുവിനെ ഞാൻ പൊക്കി പറയണം, രേണുവിനെ താഴ്ത്തി കെട്ടണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമല്ലേ? സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഇഷ്ടമല്ല. ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണത്തുമില്ല, നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ നെഗറ്റീവായിട്ട് കമന്റ് ഇടും. കാരണം നീ ഇപ്പം ഘടകം പറഞ്ഞല്ലോടാ, നീ കാശ് എത്ര മേടിച്ചടാ, നിനക്ക് വിശപ്പ് എന്തോ വസ്തു തരാമെന്ന് പറഞ്ഞോടാ, രേണുവിന്റെ വീടിന്റെ അടുത്ത് നിനക്ക് വസ്തു കൊണ്ടോടാ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നവര് കമന്റ് ഇടും. ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? എന്നെ സ്നേഹിക്കുന്നവർ ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ കമന്റ് ഇടും. ഇല്ല, നിങ്ങൾ ഇടണ്ട. അത് മാത്രമല്ല, നിങ്ങൾ ഇടുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ പറയുന്നതെല്ലാം തെറ്റായിട്ട് തോന്നുന്നു. ഈ പറയുന്ന രേണുവിനെ പൊക്കിപ്പിടിക്കുന്നവര്, രേണുവിനെ ഇങ്ങനെ ഇപ്പോഴും രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴും അടിച്ചു താത്തിക്കൊണ്ട് വീഡിയോ ഇടുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടു, കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ കിച്ചു നല്ലവനാണെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നവരുടെ ഉണ്ടായിരിക്കാം, അവരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നതിരിക്കല്ലോ.